Praise the Lord. Hallelujah. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവൽ സമൃദ്ധി എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ കുടുംബത്തിന് സുസ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से और अनुग्रह भरे नाम से आज के यीशु में समृद्धि के एपिसोड में मैं आप सबका स्वागत करना चाहता हूँ. എൻ്റെ പേര് ഹരീഷ് ഇതിരതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ യേശു കർത്താവിന്റെ സുവിശേഷ വേല ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ ഹരിയാന സ്റ്റേറ്റിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും മിനിസ്ട്രിക്കും ചർച്ചിനും ജീസസ് കിച്ചനും എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വേല ഇവിടെ വളരാൻ വേണ്ടി എല്ലാം നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ചർച്ചിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയും കുടുംബത്തെയും പേരെടുത്ത് ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് തരട്ടെ. और इनका नाम हरीश है और मेरा नाम रति है. हम दोनों मिलके फरीदाबाद जो हरियाणा क्षेत्र में है वहाँ पे मिलके हम सेवकाई करते हैं. तो मैं आपसे निवेदन करता हूँ, मेरे लिए, मेरे परिवार के लिए, कलीसिया के लिए, जीसस किचन के लिए आप निरंतर प्रार्थना में रहिएगा. കഴിഞ്ഞ എപ്പിസോഡുകൾ കൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രൈഡ് അല്ലെന്നുണ്ടെങ്കിൽ അഹങ്കാരം, ഗമ, എന്തുകൊണ്ട് നമ്രമാകണം എന്നുള്ളതിനെക്കുറിച്ചൊരു പുതിയ സീരീസ് തുടങ്ങി. കഴിഞ്ഞ എപ്പിസോഡ് എന്ന് പറഞ്ഞത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, കുറച്ച് ബേസിക് കാര്യങ്ങളായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരും, നമ്മൾ എന്തുകൊണ്ട് നമുക്ക് നമ്രമായി സംസാരിക്കണം. നമ്മുടെ കൊച്ചുങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് ഞാൻ എന്താ ഗമയോടെ സംസാരിച്ച്, ഞാൻ എന്താ ഈ ആറ്റിറ്റ്യൂഡോടെ സംസാരിച്ച്, ഞാൻ എന്താ ഇങ്ങനെ സംസാരിച്ചാൽ, സോ എന്തുകൊണ്ട് ഞാൻ സംസാരിക്കരുത്, എന്തുകൊണ്ട് ഞാൻ സംസാരിക്കാം, അങ്ങനെ അവർ ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ കൊടുക്കും. സോ ഇന്നത് മനസ്സിലാക്കണം. നിങ്ങൾക്കും എന്തുകൊണ്ട് നിങ്ങൾ നമ്രമായി, എന്തുകൊണ്ട് നിങ്ങൾ ഹമ്പിളായി ഇരിക്കണം, നമ്രതയോടെ ഇരിക്കണം, അഹങ്കാരത്തോടെ ഗമയോടെ സംസാരിക്കരുത്, അങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിക്കരുതെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കൂടെ പഠിക്കാം. और पिछले एपिसोड में हमने सीखा घमंड के बारे में और हमने ये सीखा सबसे बड़ा पाप घमंड होता है. और आप सोच रहे होंगे कि भाई क्यों मुझे घमंड में नहीं बात करना चाहिए. अगर मेरे बच्चों ने मेरे से कुछ पूछा तो मैं भी घमंड में आंसर दे सकता हूँ, उत्तर दे सकता हूँ. मुझे क्यों नम्र होकर अपना जीवन व्यतीत करना है. क्यों ऐसे प्रश्न आपके जीवन में, आपके दिमाग में चल रहे होंगे. तो आज वचन से हम सीखेंगे क्यों हमें नम्र होना बहुत ही जरूरी है. ബുക്ക് ഓഫ് ജെയിംസ് അധ്യായം 4:10, യാക്കോബ് അധ്യായം 4 അതിൻ്റെ 10 എഴുതിയേക്കുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്, ഹംബിൾ യുവർ സെൽഫ് ബിഫോർ ദ ലോർഡ് ആൻഡ് ഹി വിൽ എക്സോൾട്ട് യു. याकूब की पुस्तक 4:10 में ऐसा लिखा है, प्रभु के सामने दीन बनो तो वह तुम्हें शिरोमणि बनाएगा. കർത്താവ് പറയുന്ന, നിങ്ങൾ താഴ്ന്നിരിക്കുവിൻ, ഞാൻ നിങ്ങളെ ഉയർത്തും. സോ ബെനഫിറ്റ് എന്ന് വെച്ചാൽ, ആദ്യത്തെ ബെനഫിറ്റ് എന്ന് വെച്ചാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ വാക്കുകളിൽ കൂടെ, പ്രവൃത്തികളിൽ കൂടെ, കർത്താവിൻ്റെ സന്നിധി എന്ന് വെച്ചാൽ ലോകം മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയാണ്. സോ മറ്റുള്ളവരോട് ഡീൽ ചെയ്യുന്ന സമയത്ത് സ്വന്തമായി താഴ്ത്തി നമ്രമായി, മുട്ടുകുത്തുന്നത് മാത്രമല്ല, ചിലർ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തു പോയി അഹങ്കാരം കാണിക്കുന്നവരുണ്ട്. പക്ഷേ ആറ്റിറ്റ്യൂഡോട് ഇരുന്നാൽ കർത്താവ് നമ്മളെ എല്ലാ ഏരിയകളിലും ഉയർത്തുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. और जैसे वचन में हमने पढ़ा कि प्रभु के सामने दीन बनो तो वो तुम्हें शिरोमणि बनाएगा. इसका मतलब हम अपने आप को जब दीन बनाएंगे, नम्र करेंगे, तो परमेश्वर अपने आप हमें उठाएगा. और इसका मतलब ये नहीं है जैसे कुछ लोग पूरा टाइम घुटने में बैठ के प्रार्थना करते हैं परंतु जैसे ही बाहर निकलते हैं वो एक दूसरे से लड़ने लग जाते हैं. नहीं, ऐसा नहीं करना. आप जब परमेश्वर के सामने दीन होते हैं, दूसरों के सामने भी आपको नम्र होके, नम्रताई के साथ उनके साथ व्यवहार करना है, तभी परमेश्वर आपको ऊंचे पद पे लेके जाएगा. നമുക്ക് യാക്കോബ് 4:10 നമ്മൾ പഠിച്ചു. 4:6 ഒന്ന് പഠിക്കാം. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. उसी याकूब का 4:6 हम पढ़ेंगे, वह तो और भी अनुग्रह देता है. इस कारण यह लिखा है, परमेश्वर अभिमानियों का विरोध करता है पर दीनों पर अनुग्रह करता है. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും എന്ന് വെച്ചാൽ അഹങ്കാരത്തോടെ സംസാരിക്കുന്ന, അഹങ്കാരത്തോടെ ബിഹേവ് ചെയ്യുന്ന, അഹങ്കാരം മനസ്സിൽ വെക്കുന്ന, അഹങ്കാരം മറ്റുള്ളവരോട് കാണിക്കുന്നവരോടെല്ലാം കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് അവരെ റെസിസ്റ്റ് ചെയ്യും. കർത്താവ് അവരുടെ എഗെയിൻസ്റ്റ് വന്നിരിക്കും. എന്ന് വെച്ചാൽ കർത്താവ് നിങ്ങളുടെ ജോലി, ബിസിനസ്, കുടുംബം, മുന്നോട്ടുള്ള പോക്ക്, മിനിസ്ട്രി, നിങ്ങൾ ചെയ്യുന്ന എല്ലായിടത്തും കർത്താവ് എതിർത്ത് നിൽക്കും. പലപ്പോഴും പലരും വിചാരിക്കുന്ന സാത്താനാണ് എന്നെ എതിർക്കുന്നതെന്ന്. പക്ഷേ അഹങ്കാരികൾ, സാത്താൻ പറയുന്നത്, ഞാൻ റിസൈൻ ചെയ്തു പോയി, ഇവൻ്റെ ലൈഫിൽ നിന്ന് എനിക്കൊന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്യേണ്ട പണി ഇവനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരാളായ ദൈവം തന്നെ ഇവൻ്റെ എതിരെ നിൽക്കുമ്പോൾ ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? സോ കർത്താവ് നിങ്ങൾക്ക് എതിരെ വന്നിരിക്കും. ദൈവം നിങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. और जैसे वचन में हमने पढ़ा कि परमेश्वर अभिमानियों का विरोध करता है. इसका मतलब अगर कोई घमंडी व्यक्ति है, अहंकारी व्यक्ति है, अभिमानी व्यक्ति है, तो परमेश्वर उसका विरोध करता है. कई बार आपको लगता होगा कि मेरे जॉब में, मेरे व्यवसाय में, मेरे रिलेशनशिप में क्यों परेशानी है. अगर आप घमंडी व्यक्ति हैं, अभिमानी व्यक्ति है, तो शैतान बोलेगा मैं तो रिजाइन करके इसके जीवन से जा रहा हूँ, क्योंकि ऑलरेडी ये घमंडी है, ये अभिमानी है, ये नम्र व्यक्ति नहीं है. तो परमेश्वर ही इसको विरोध करेगा. मुझे
मुझे कुछ करने की जरूरत ही नहीं है। तो जैसे आप अगर अभिमानी हो, घमंडी हो, तो परमेश्वर आपके विरोध आके खड़ा रहेगा। ഞാനൊരു എക്സാമ്പിളൂടെ കാണിക്കാം. ഞാൻ എൻ്റെ ബിസിനസ് മുന്നോട്ട് ചെയ്യാൻ പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു. സോ ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് കർത്താവ് എന്തോ ചെയ്യുന്നത്? എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട കർത്താവ്, മൈക്ക് താഴെ വെച്ചിട്ട് പറയാം, എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട കർത്താവ് വിചാരിച്ചു എന്നെ മുന്നിൽ നിൽക്കുക ദൈവം. അപ്പം ഞാൻ മുന്നോട്ട് പോകാൻ തോന്നുന്നു, പക്ഷേ ദൈവം എന്തോ ചെയ്യുന്നത്? എന്നെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല, എന്നെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, എന്നെ അനുവദിക്കുന്നേ ഇല്ല. ഞാൻ എല്ലാം ട്രൈ ചെയ്യുന്നു. ബിസിനസ് ഞാൻ ഇവിടുന്ന് വിചാരിക്കാം, ഇവിടുന്ന് വിട്ട് കോട്ടയത്ത് നിന്ന് വിട്ട് ഞാൻ കാസർഗോഡ് പോയി ബിസിനസ് ചെയ്യാം. അവിടെയും കർത്താവ് എന്തോ ചെയ്യും? എന്നെ എതിർക്കും. ഞാൻ വിചാരിക്കും ഇന്ത്യ വിട്ട് കാനഡയിൽ പോവാം, അമേരിക്കയിൽ പോവാം, അവിടെയും കർത്താവ് എന്തോ ചെയ്യും? എതിർക്കും. ഗൾഫിൽ പോവാം, അവിടെയും കർത്താവ് എന്തോ ചെയ്യും? എതിർക്കും. സോ നമ്മൾ അഹങ്കാരം കാണിച്ചുകൊണ്ടിരുന്നാൽ, അഹങ്കാരത്തോടെ നിന്നാൽ കർത്താവ് നമ്മളെ ഒപ്പോസ് ചെയ്യും, റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരിക്കലും ഉയർച്ചകൾ ഉണ്ടാകത്തില്ല. और मैं उदाहरण से एक उदाहरण देके आपको और अच्छी तरह समझाने की कोशिश करूंगा। अगर सपोज मेरे को अपना व्यवसाय, मिनिस्ट्री या कोई भी कार्य आगे बढ़ाना है, परंतु मैं अगर घमंडी व्यक्ति हूं, तो परमेश्वर मेरे विरोध खड़ा होगा। मेरा मिनिस्ट्री, मेरा व्यवसाय परमेश्वर आगे नहीं जाने देगा। परमेश्वर खुद उसको रेजिस्ट करेगा। मैं कहीं भी चला जाऊं, कनाडा चला जाऊं, ऑस्ट्रेलिया कहीं भी चला जाऊं, परमेश्वर मेरा विरोधी बन के खड़ा रहेगा अगर मैं घमंडी व्यक्ति हूं तो। 4:6 പറയുന്ന താഴ്മയുള്ളവർക്ക് കൃപ നൽകും, ഗ്രേസ് കൊടുക്കും എന്നാണ് പറയുന്നത് കർത്താവ്. और उसी 4:6 में आगे के भाग में ऐसे लिखा है कि दीनों पर वो अनुग्रह करता है। അനുഗ്രഹം അല്ലെങ്കിൽ കൃപ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേസ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്? അൺഡിസേർവ്ഡ് മെർസി, അൺഡിസേർവ്ഡ് ഹെൽപ്പ്. നമ്മൾ ഡിസേർവ് ചെയ്യാത്ത, അതിനൊരിക്കലും നമുക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ലാത്ത അനുഗ്രഹങ്ങൾ, ജോലികൾ, പ്രോഫിറ്റുകൾ, ഓപ്പർച്യൂണിറ്റികൾ എല്ലാം എങ്ങനെ കിട്ടും? നമ്മൾ ഹംബിളായി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കർത്താവ് ഗ്രേസ് തരും. സോ താഴ്ന്നിരിക്കുന്നവർക്ക് മാത്രമേ കർത്താവ് ഈ ഗ്രേസ്, ഈ ഹെൽപ്പ് കൊടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് ബിസിനസ്സിൽ, മിനിസ്ട്രിയിൽ, ഫാമിലിയിൽ, കുടുംബജീവിതത്തിൽ അൺഡിസേർവ്ഡ് ഹെൽപ്പ്, കർത്താവിൻ്റെ ഗ്രേസ് വേണോ? താഴ്ന്നിരിക്കുക. और जैसे यहाँ पे लिखा है कि दीनों पर वो अनुग्रह करता है। अनुग्रह क्या है? दया, जिसको दया कहते हैं, कृपा कहते हैं। हम उसके योग्य नहीं थे, परंतु परमेश्वर के प्रेम के कारण परमेश्वर ने अपना अनुग्रह हमारे ऊपर उंडेला। तो हम उसके योग्य नहीं थे, परंतु क्योंकि हम अगर दीन होके खड़े रहेंगे, तो परमेश्वर अपने अनुग्रह को, अपने दया को, अपने कृपा को हमारे ऊपर उंडेलेगा। ഞാൻ എൻ്റെ ടീമിലാണേലും, സ്റ്റാഫിലാണേലും, ചർച്ചിലാണേലും, വിശ്വാസികളുടെ ഇടയിലാണേലും പലർക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഗമ കാണിക്കുന്നു, അഹങ്കാരം കാണിക്കുന്നു, അവർ പഴയ അനുഗ്രഹങ്ങൾക്ക് വിശ്വാസയോഗ്യതയോടെ നിൽക്കുന്നില്ലെന്ന് കണ്ടാൽ ഞാൻ അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന, ഹെൽപ്പ് കൊടുക്കുന്ന ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്യും. സോ കർത്താവും അത് തന്നെ ചെയ്യുന്ന, പലപ്പോഴും അൺഡിസേർവ്ഡ് ഹെൽപ്പ് നമുക്ക് കിട്ടാവുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ, കുടുംബജീവിതത്തിൽ, ബിസിനസ്സിൽ, അല്ലെന്നുണ്ടെങ്കിൽ ജോലി കാര്യത്തിൽ, നാട്ടിലിടയിൽ നമുക്ക് എങ്ങും കിട്ടത്തില്ല. ഞാൻ ഒരു മനുഷ്യനായി ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കർത്താവ് സ്റ്റോപ്പ് ചെയ്യും. നിങ്ങളുടെ സ്വഭാവം തന്നെ ആയിരിക്കും. നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. അഹങ്കാരം കാണിക്കുന്നവരെ രണ്ടാമത് ഹെൽപ്പ് ചെയ്യാൻ ആരും പോത്തില്ല. और जैसे मैं भी क्या करता हूँ, मेरे टीम में, मेरे स्टाफ में, या मेरे साथ जो काम करता है, अगर वो घमंडी होके या अगर मैं कोई आशीष देता हूँ उसके वो योग्य नहीं, अपने आप को योग्य नहीं दिखाते, तो मैं भी उनको आशीष देना बंद कर देता हूँ। कोई भी गिफ्ट्स देना मैं भी बंद कर देता हूँ। जब मैं एक मनुष्य होके ये कार्य कर सकता हूँ, तो परमेश्वर, सोचिए, परमेश्वर जो हमारा अब्बा पिता है, वो क्या घमंडियों के साथ घमंडियों को आशीष देगा? वो कभी नहीं देगा। वो विरोध खड़ा होगा, वो आपको आशीष नहीं देगा अगर आप घमंडी हैं। നിങ്ങളുടെ മാരേജ് ലൈഫ്, ഹസ്ബൻഡ് വൈഫും കൂടെ നിങ്ങളുടെ മാരേജ് ലൈഫ് ട്രബിളിലാണോ, ഇഷ്യൂസ് ആണോ? ഞാൻ വൈഫിനോട്, ഹസ്ബൻഡിനോട് പറയുന്നു, ഒന്ന് ഹംബിളായിട്ട്, ഒന്ന് നമ്രതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇരുന്ന് സോറി പറഞ്ഞ് മുന്നോട്ട് പോയി നോക്കൂ. ഒന്ന് ഹംബിൾനെസ് കാണിച്ച് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ, കുടുംബജീവിതത്തിൽ എല്ലായിടത്തും ഇത് അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. और आप पति पत्नी हैं, तो मैं आपसे ये कहना चाहता हूँ, अगर आपके घर में हमेशा लड़ाई है, तो अपने आप को नम्र कीजिए। अगर आप लड़ाई करते रहते हैं, तो अपने आप को नम्र करके एक दूसरे से सॉरी बोल के आगे चलिए, और वहाँ से आप अपने जीवन का, अपने शादी का एक नई शुरुआत कर सकते हैं। ഒന്ന് പീറ്റർ, ഒന്ന് പത്രോസിൻ്റെ 5:6 പറഞ്ഞിരിക്കുന്നത്, ബുക്ക് ഓഫ് 1 പീറ്റർ ചാപ്റ്റർ 5:6. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താഴ്ന്നിരിപ്പിൻ, എന്ന് വെച്ചാൽ ഹംബിളായിട്ടിരിക്കാൻ. पहला पत्रस 5:6 में लिखा है, इसलिए परमेश्वर के बलवंत हाथ के नीचे दीनता से रहो, जिससे वह तुम्हें उचित समय पर बढ़ाए।
നമ്മളെ എടുക്കും. കർത്താവ് പറയുന്ന ലിഫ്റ്റ് ചെയ്യും. താഴെ ഇരിക്കുന്ന നമ്മളെ കർത്താവിൻ്റെ കീഴെ, നമ്മൾ കർത്താവിന് മേളിൽ സിറ്റുവേഷൻ മേളിൽ പോകാൻ നമ്മളെ ഉയർത്താൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി ഉയർന്നു പോവുക, നമ്മൾ പൊട്ടിപ്പോതേ ഉള്ളൂ. പക്ഷേ കർത്താവ് നമ്മളെ താഴ്ന്നിരിക്കുന്ന നമ്മുടെ ജോലി, നമ്മുടെ വ്യവസായം, നമ്മുടെ കുടുംബം, നമ്മുടെ മിനിസ്ട്രി കർത്താവ് കൈകൾ തന്ന് നമ്മളെ പിടിച്ചുയർത്തും. ദൈവം നമ്മളെ കൈകളെ പിടിച്ചുയർത്തും. നിങ്ങൾക്ക് ഹെൽപ്പ് വേണോ, ഉയരണമെന്ന് ആവശ്യമുണ്ടോ, ഉയരണമെന്ന് വിശ്വാസമുണ്ടോ, ഫൈനാൻഷ്യൽ ഹംബിളായിട്ടിരിക്കുക, സംസാരത്തിൽ ആക്ടിവിറ്റീസിലെല്ലാം ഹംബിളായിട്ടിരിക്കുക, കർത്താവ് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. और जैसे वचन में लिखा है कि परमेश्वर दीनों को, जो दीन होते हैं, जो नम्र व्यक्ति है, परमेश्वर उसका हाथ पकड़ के उसको ऊपर उठाता है. अगर आप अपने व्यवसाय में, अपने जॉब में, अपने कार्य क्षेत्र में अगर आप आगे बढ़ना चाहते हैं, अगर आप आशीषों में बढ़ना चाहते हैं, अपने आप को दीन कीजिए, नम्र कीजिए, तब परमेश्वर कहता है मैं उसको हाथ पकड़ के उसको ऊपर उठाऊंगा. നമ്മൾ 1 പീറ്ററിന് 5:6 പഠിച്ച് 5:5 എന്ത് എഴുതിയേക്കെന്ന് വെച്ചാൽ, ആവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഞാനിപ്പോൾ ഇരിക്കുന്നത് കുറച്ച് തുണികളുടെ ഇടയ്ക്കാണ്. ഈ തുണി എന്ന് പറയുന്നത് ജീസസ് കിച്ചൻ്റെ, അതായത് ചർച്ചിൻ്റെ ചാരിറ്റി വിങ്. നിങ്ങൾക്കറിയാം, ആഹാരം നമ്മൾ എല്ലാ ദിവസവും 250-300 രൂപ എടുത്ത് ആഹാരം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ വിചാരിച്ച് ഈ തണുപ്പ് മാസങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് കുറച്ച് തുണി കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ പല തുണികൾ ആമസോണ്, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ഓൺലൈൻ ഡീൽ ചെയ്യുന്ന ഒരാളുണ്ട്. സോ അദ്ദേഹം കുറച്ച് തുണികൾ അറേഞ്ച് ചെയ്തു അവരുടെ ഓഫീസിൻ്റെ വെയർ ഹൗസിൽ നിന്ന് ഇങ്ങനെ റിട്ടേൺ വരുന്ന ഇതൊക്കെ. അപ്പോൾ വളരെ കുറഞ്ഞ് വില കുറച്ച് ഇതിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റി. സോ ഈ മാസങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ 1-2 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം കൂടെ ജീസസ് കിച്ചൻ ഞങ്ങൾ ആഹാരത്തിൻ്റെ കൂടെ തന്നെ തുണികളും നോർത്ത് ഇന്ത്യയിലെ ചാരിറ്റി പ്രവർത്തനം കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു ഞങ്ങൾ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ. നിങ്ങൾക്കും അതിൻ്റെ കൂടെ ഒരു പാർട്ടിസിപ്പൻ്റ് ആകാൻ താല്പര്യമുണ്ടോ? തുണികൾ തണുപ്പ് മാസങ്ങൾ, നവംബർ ഡിസംബർ മാസങ്ങൾ തണുപ്പ് തുടങ്ങുന്ന സമയത്ത് ഇവിടെ വിൻ്റർ ക്ലോത്ത്സിൻ്റെ ആവശ്യമുണ്ട്. ഒത്തിരി പേര് സ്ട്രീറ്റിൽ ഉറങ്ങുന്നു. സോ അവർക്ക് ബ്ലാങ്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ചർച്ച് താല്പര്യപ്പെടുന്നു, ജീസസ് കിച്ചൻ താല്പര്യപ്പെടുന്നു. തൊപ്പികൾ, സോക്സ്, കാരണം വൂളൻ സോക്സസിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ പാർട്ണർ ചെയ്യാം. ഗൂഗിൾ പേ നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പലരും തുണികൾ അയക്കാമെന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ തുണികൾ അവിടുന്ന് നാട്ടിൽ നിന്നോ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നോ തുണി അയച്ച് തുണി ഇവിടെ എത്തി അതിൻ്റെ കൊറിയർ ചാർജസും ട്രാൻസ്പോർട്ടേഷനും എല്ലാം കൂടെ വളരെ കോസ്റ്റ് ആകും. സോ അതിലും കുറഞ്ഞ ആ ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒത്തിരി തുണികൾ മേടിച്ചാൽ പുതിയ തുണികൾ മേടിച്ച് കൊടുക്കാം. സോ അതിനുവേണ്ടി ഞങ്ങൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ വൂളൻ ക്ലോത്ത്സ്, തണുപ്പ് നേടാൻ പറ്റിയ പല ക്ലോത്തുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും താല്പര്യമുണ്ട് അതിൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ ഫോൺ ചെയ്യുക. താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ പേ നമ്പറിൽ. അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഇതിൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ ഒത്തിരി ക്ലോത്ത്സ് ഉണ്ട്. ഞങ്ങളിതെല്ലാം ഇന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കാം. നമുക്കെല്ലാം വേണ്ടി ഇതിനു വേണ്ടി കൂടെ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം കർത്താവിൻ്റെ നിങ്ങളുടെ കുടുംബത്തിനും കൂടെ നിൽക്കട്ടെ. ജീസസ് കിച്ചൻ ഇതുവരെ തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി. കർത്താവ് 2 കൈ വെച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. और उसी पहला पत्रस 5:5 में हमने 6 पढ़ा, हम एक बार 5 पढ़ेंगे. इसी प्रकार हे नवयुवकों, तुम भी प्राचीनों के अधीन रहो, वरन तुम सब के सब एक दूसरे की सेवा के लिए दीनता से कमर बांधे रहो, क्योंकि परमेश्वर अभिमानियों का विरोध करता है परंतु दीनों पर अनुग्रह करता है. താഴ്മ ധരിച്ച്, നമ്മൾ ധരിക്കുന്ന എന്തോ ഡ്രസ്സല്ലേ ധരിക്കുന്നത്. താഴ്മ അല്ലെന്നുണ്ടെങ്കിൽ ആ ഹ്യൂമിലിറ്റി, ഹംബിൾനെസ് എന്ന് പറയുന്നത് ഒരു പുതപ്പാണ്, ഒരു ഉടുപ്പാണ്. അത് നമ്മൾ വിരിക്കുന്ന സമയത്ത്, അത് നമ്മൾ ധരിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും. ആ ഹംബിൾനെസ് എന്ന് പറയുന്നത് തുണിയായത് കാരണം ഹംബിൾനെസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മേളിൽ നിന്ന് ആ കവറിങ് എടുത്ത് മാറ്റി മൂപ്പന്മാർക്ക്, നിങ്ങളുടെ ബോസിന്, നിങ്ങളുടെ അപ്പനമ്മയ്ക്ക്, നിങ്ങളുടെ ഹസ്ബൻഡിന്, നിങ്ങളുടെ ടീം ലീഡർക്ക് കീഴ്പ്പെട്ടിരിക്കുവിന് നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ബിസിനസ്സിലും ജീവിതത്തിലും വന്നിരിക്കും. കാരണം നമ്മൾ ആ ഹ്യൂമിലിറ്റി എടുത്ത് മാറ്റുന്ന സമയത്ത് സാത്താൻ വന്ന് നിങ്ങളുടെ ജീവിതത്തിനെ നരക തുല്യമാക്കി മാറ്റും. കാരണം അതൊരു കവറിങ് ആണ്. ഹംബിൾനെസ് എന്ന് പറയുന്നത് നിങ്ങളെ സാത്താന ശക്തികളൊന്നും ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അതൊരു വെപ്പണാണ്. ഒരു തരത്തിൽ ഹംബിളായിട്ടിരിക്കുന്നത് നിങ്ങളെ ആർക്കും ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ കവറിങ്, കർത്താവിൻ്റെ ആ കവറിങ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞിരിക്കും. और परमेश्वर कहता है कि दीनता को या नम्रता को एक कपड़े के समान, एक वस्त्र के समान उसको अपने ऊपर ओढ़ लो, ताकि वो आपको कवर करके रखेगा. जब शैतान या कोई भी दुष्ट जब आपको हानि करने के लिए आएगा, अगर नम्र व्यक्ति बन के आप रहेंगे तो शैतान आपको कुछ नहीं बिगाड़ सकता.
आप अपने अधिकारियों के सामने एक नम्र व्यक्ति होकर खड़े होइए तो आप आशीषों में जाएंगे। इसीलिए परमेश्वर कहता है कि आप दीन बनो, क्योंकि दीनों पे परमेश्वर और भी अनुग्रह को देता है। സദൃശ്യവാക്യങ്ങൾ 16:18 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധയോടെ കേൾക്കണം. ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 16:18 നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ ആൻഡ് എ ഹോട്ടി സ്പിരിറ്റ് ബിഫോർ എ fall. नीति वचन 16:18 एक बार पढ़ेंगे। विनाश से पहले गर्व और ठोकर खाने से पहले घमंड आता है। എന്ന് വെച്ചാൽ ഒരാൾ നശിക്കാൻ പോകുന്നുണ്ടോ, ഒരാൾ നാശത്തിലേക്കാണോ എന്നറിയുന്നത് അയാളുടെ ഗമ, പ്രൈഡ്, അരഗൻസ്, സംസാരം നോക്കി നമുക്കറിയാം. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവനും ഇവൻ്റെ കുടുംബവും ഇവൻ്റെ ബിസിനസ് അല്ലെങ്കിൽ ഇവൻ്റെ മിനിസ്ട്രി അല്ലെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ജോലി ഇതെല്ലാം നശിച്ചു പോകും. കാരണം അവരുടെ ഒരു സിഗ്നലാണ്, ഒരു സിംറ്റമാണ്. കാരണം ചില അസുഖങ്ങൾ വരുന്നതിന് മുമ്പേ, മേജർ അസുഖങ്ങൾ വരുന്നതിന് മുമ്പേ ചില സിംറ്റം വരും. സോ സിംറ്റമാണ് പ്രൈഡ്, അരഗൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫോർ ഷുവർ നിങ്ങൾ നശിച്ചു പോകും, എല്ലാം നശിച്ചു പോകും. जैसे इसमें लिखा है कि विनाश से पहले घमंड आता है। इसका मतलब अगर एक घमंडी व्यक्ति को आप देख रहे हो, आप सोच सकते हो, समझ सकते हो कि इसका विनाश का दिन आने वाला है। अगर आपके जॉब में, करियर में अगर आप घमंडी हो तो आपका जॉब और करियर आपका नष्ट होने वाला है, विनाश होने वाला है। क्योंकि वचन कहता है कि कोई भी चीज़ खत्म होने से पहले घमंड उसका पहला स्टेप होता है। നിങ്ങൾ കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആഴ്ച അയ്യൂബിൻ്റെ ആ വേഴ്സിൽ നിന്ന്, എക്സാക്ട് വേഴ്സ് എനിക്ക് ഓർമ്മയില്ല, ആ വേഴ്സിനകത്തുനിന്ന് പ്രൈഡ്, ഗമണ്ട് അല്ലെങ്കിൽ അഹങ്കാരത്തോടിരിക്കുന്നവരുടെ എല്ലാം ദൈവമാരാ സാത്താന. സോ നിങ്ങൾ അഹങ്കാരം കാണിക്കുന്ന സമയത്ത് യേശു കർത്താവല്ല നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ദൈവം സാത്താന. സാത്താൻ വന്നിരിക്കുന്നവരെ ഇരിക്കുന്ന സ്ഥലങ്ങളും എല്ലാം നശിപ്പിക്കും. സോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അഹങ്കാരം കാണിക്കുന്ന സമയത്ത് സാത്താനോട് പറയുക, ബാബാ എന്നെ വന്ന് നശിപ്പിച്ചോളാൻ. നമ്മൾ പറയുക, വന്നോ എന്നെ കടിച്ചോ, വന്നോ എന്നെ നശിച്ചു പൊക്കോളാൻ. സോ അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടരുത്. അഹങ്കാരമുള്ളവർ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന അങ്ങനെയുള്ളവരുമായിട്ടൊന്നും കൂട്ടുകൂടരുത്. നിങ്ങളുടെ കയ്യിലും ഈ സ്വഭാവങ്ങളുണ്ടെങ്കിൽ മാറ്റുക, കാരണം അനുഗ്രഹങ്ങൾ കിട്ടത്തില്ല. और जैसे पिछले एपिसोड में जो अय्यूब के पुस्तक से हमने सीखा, जो घमंडी व्यक्ति होता है उसका जो प्रभु है वो प्रभु परमेश्वर यीशु नहीं होता, परंतु शैतान उसका प्रभु बन के खड़ा हो जाता है। और वो शैतान को बोलता है, देख मैं तो घमंडी हूं, आके मुझे और नष्ट कर दे। वो शैतान को आके बुलाता है और वो नष्ट करने के लिए। इसीलिए नम्र होके आगे चलिए, क्योंकि परमेश्वर आपको बहुत आशीष देगा। നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ടോണ്, നിങ്ങൾ ഓവർ കോൺഫിഡൻസോടെ അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസോടാണ് സംസാരിക്കുന്നത്. എനിക്കാണെങ്കിൽ 0 ആണ് സെൽഫ് കോൺഫിഡൻസ്. എൻ്റെ കോൺഫിഡൻസ് എല്ലാം ഞാൻ കർത്താവിൽ വെച്ചിരിക്കുന്നു. ചെറുതാണോ വലുതാണോ ഞാൻ കർത്താവിനോട് പറയും, കർത്താവ് ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്യണമേ. അത് തന്നെ ഞാൻ എൻ്റെ നമ്ര ഒരു സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ കാണാം. സെൽഫ് കോൺഫിഡൻസ് ഇടുന്നത് തന്നെ ഒരു അഹങ്കാരമാണ്. കോൺഫിഡൻസ് പുട്ട് ഓൺ ഗോഡ്. और आप घमंडी है, आप तू तड़ाके में बात करते हैं, या बहुत ही कॉन्फिडेंस, सेल्फ कॉन्फिडेंस, अपने ऊपर आपको बहुत ही कॉन्फिडेंस है कि मैं कर सकता हूँ, मुझे किसी की भी ज़रूरत नहीं है। नहीं, वो कॉन्फिडेंस आप प्रभु परमेश्वर यीशु पे डालिए, और बिना यीशु के कॉन्फिडेंस में आप कुछ भी नहीं कर सकते। जब हम बोलते हैं मैं सब कुछ कर सकता हूँ, वो भी एक प्रकार का घमंड है। जैसे मैं अपने विषय में भी बोलूँगा, मैं बोलता हूँ मेरे अंदर 0 कॉन्फिडेंस है। मैं हमेशा ये बोलता हूँ मेरा कॉन्फिडेंस प्रभु परमेश्वर यीशु मसीह है, मैं कुछ भी उसके बिना नहीं कर सकता। സദൃശ്യവാക്യങ്ങൾ 16:5 തന്നെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന അധ്യായം 16:5 എഴുതിയിരിക്കുന്നത്, ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കുക എന്നതിന് ഞാൻ കൈയടിക്കുന്നു. और नीति वचन 16:5 में ऐसे लिखा है, सब मन के घमंडियों से यहोवा घृणा करता है, मैं दृढ़ता से कहता हूँ ऐसे लोग निर्दोष न ठहरेंगे। നമ്മൾ അഹങ്കാരം കാണിക്കുന്ന സമയത്ത് യഹോവയുടെ സ്നേഹമല്ല വരുന്നത്, യേശുവിൻ്റെ സ്നേഹമല്ല വരുന്നത്. ദൈവത്തിന് നമ്മളെ വെറുപ്പ് കാണും. ബൈബിളിൽ, നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന, എൻ്റെ ബൈബിളിൽ എഴുതിക്കുന്ന, കർത്താവ് നമ്മളെ വെറുക്കും. കണ്ട് ദൈവം പറയും, ദൂരവും അവൻ എങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് അവൻ്റെ അടുത്ത് പോലും പോകണ്ട, അവൻ്റെ പ്രാർത്ഥനയും കേൾക്കണ്ട, അവൻ്റെ കുടുംബത്തെയും കാണണ്ട, ആരെയും കാണണ്ട. കർത്താവ് നമ്മളെ വെറുക്കാൻ തുടങ്ങും. സോ ഹമ്പിളായില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വേഴ്സ് കാരണം ഇന്ന് നമ്രമായിട്ട് ഹമ്പിളോടെ സംസാരിക്കുക. നിങ്ങളുടെ കൂടെയുള്ളവരോട്, കൂട്ടുവേലക്കാരോട്, കൂട്ടാളികളോട്, ഹസ്ബൻഡിനോട്, വൈഫിനോട്, ജോലിക്കാരോട്, അപ്പനോട്, അമ്മയോട്, ഫ്രണ്ട്സിനോട്, ഫാമിലിയോട്. കാരണം കർത്താവ് നിങ്ങളെ എതിർക്കാൻ തുടങ്ങും. കർത്താവിന് വെറുപ്പാ, ദേഷ്യം. കർത്താവിന് ഒട്ടും നിങ്ങളെ ഇഷ്ടപ്പെടത്തില്ല. और जैसे वचन में हमने सीखा, जो घमंडी लोग होते हैं परमेश्वर यीशु उनसे घृणा करता है। अगर आप घमंडी है तो परमेश्वर आपसे प्यार नहीं करेगा, वो घृणा करेगा। इसीलिए आप अपने माता पिता से, अपने बच्चों से, अपने अधिकारियों से, जो आपके ऊपर अगुए रखे हैं, उन सब से आप नम्रताई से बात करें। अगर आप घमंड के साथ बात करेंगे तो परमेश्वर आपके विरोध खड़ा रहेगा, और परमेश्वर आपसे स्नेह नहीं करेगा, वो घृणा करेगा, आपसे दूर रहेगा परमेश्वर, अगर आप एक घमंडी व्यक्ति हैं। നിങ്ങളോട് സ്നേഹം കാണിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ
ബോസ്, നിങ്ങളുടെ പാസ്റ്റർ, നിങ്ങളുടെ അതോറിറ്റി, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഹെൽപ്പർ, ഇവരെല്ലാം പെട്ടെന്ന് നിങ്ങളുമായിട്ട് ദേഷ്യപ്പെട്ട് തുടങ്ങിയോ, അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള വെറുപ്പിടിപ്പിച്ച ദൈവമാണ്. നമ്മൾ അഹങ്കാരത്തോടെ പ്രൈഡോടെ നടക്കാൻ തുടങ്ങുന്ന സമയത്ത്, സ്പിരിച്വൽ പ്രൈഡോടെ നടക്കാൻ പറ്റുന്ന സമയത്ത്, എനിക്ക് ഈ വേഴ്സ് അറിയാം, ഞാൻ ഇന്ന കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ്, എൻ്റെ അടുക്ക് ഇത്രയും വലിയ ചർച്ചുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന വണ്ടിയിലാണ് പോകുന്നത്, ഇത് നടക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവർ നമ്മളെ വെറുക്കാൻ തുടങ്ങും. കാരണം നമ്മൾ കർത്താവ് ആളുകളെ കൊണ്ട് നമ്മളെ വെറുപ്പിക്കും. സോ ഇത് വളരെ കെയർഫുള്ളായിട്ടിരുന്ന് പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്. और अगर आपका जो अधिकारी, आपका बॉस, आपके माता पिता या आपके संग जो काम करते हैं, एक टाइम आपसे प्यार करते थे परंतु आज आपसे नफरत करते हैं, इसका मतलब ये है कि आप घमंड से भर गए हैं और परमेश्वर प्रभु यीशु मसीह ने उनके दिल में वो जो घृणा है वो डाला है, इसीलिए वो आपके विरुद्ध आके खड़े हैं. इसीलिए मैं कहता हूँ नम्रताई के साथ चलिए, नहीं तो प्रभु परमेश्वर ही आपसे घृणा करेगा और आपके विरोध आके खड़ा रहेगा. जो आपको एक टाइम स्नेह करते थे वो आपसे दूर हो जाएंगे और आपको आशीष नहीं मिलेगा. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അച്ചീവ് ചെയ്താൽ, ഒരു വണ്ടി മേടിച്ചാൽ, ഒരു വീട് വെച്ചാൽ, ഒരു ജോലി കിട്ടിയാൽ, ചർച്ചിൽ 100-150 പേരായാൽ, അല്ലെന്നുണ്ടെങ്കിൽ പല പല കാര്യങ്ങളും പലരെയും പലപ്പോഴും അഹങ്കാരികളാക്കും. സോ ഞാനിന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്, ചിലപ്പോൾ ചിലർക്ക് സൗന്ദര്യമുള്ളത്, മസിലുള്ളത്, കാണാൻ നല്ലത്, നിങ്ങളുടെ കളറ്, നിങ്ങളുടെ പല പല കാര്യങ്ങൾ, ഞാൻ ഇന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എനിക്ക് ഇന്ന ഹെറിറ്റേജ്, എനിക്ക് ഇന്ന ആളെ അറിയാം, ഇതൊക്കെ അഹങ്കാരമാണ്. അഹങ്കാരം നിങ്ങളെ താഴെ കൊണ്ടുവരും. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ഇരിക്കണം. इसलिए मैं कहता हूँ आपको नम्रताई के साथ आगे जाना है. आप जो भी काम करें आप नम्र होके आगे चलिए, नहीं तो परमेश्वर आपके विरोध करेगा. जो भी कार्य करेंगे, आप पासवान हो सकते हैं, आप सेवकाई कर सकते हैं, आप माता पिता, जो भी आप हैं, आप नम्र होके आगे चलिए, तब परमेश्वर आपको और आशीष देगा. और कई बार हम सोचते हैं कि मैंने बहुत सारे चीज़ अपने लाइफ में अचीव किया, मैंने करियर में बहुत कुछ चीज़ अचीव किया, मैंने जॉब में बहुत कुछ चीज़ अचीव किया, और उन अचीवमेंट्स के कारण हम में घमंड आता है कि अरे मैं भी कर सकता हूँ, मेरा अचीवमेंट्स ये है, मैंने करियर में ये सब किया, उसके कारण भी हमारे अंदर घमंड आ जाता है. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. और आगे घमंड के बारे में अगले एपिसोड में हम सीखेंगे. खाना बहुत अच्छा, खाने के लिए धन्यवाद. पिछले साल से खाना दे रहे हो, खाना बहुत अच्छा है, इसलिए आपका धन्यवाद. खाने के लिए धन्यवाद. थैंक यू. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീസസ് കിച്ചൻ്റെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ജീസസ് കിച്ചൻ്റെ ആദ്യത്തെ യൂണിറ്റ് NITയിൽ നടക്കുന്നു. ജീസസ് കിച്ചൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് ഞങ്ങളുടെ ചർച്ചിനോട് ചേർന്ന് തന്നെ സെക്ടർ 77 ഫരീദാബാദിൽ ഈ വില്ലേജിൽ നടക്കുന്നു. ഇവിടുന്നും ഇപ്പം ഒരു സ്ലമ്മിലേക്ക്, ഒരു കോളനിയിലേക്ക് ആഹാരം എല്ലാ ദിവസവും ഇവിടുന്ന് പോകുന്നുണ്ട്. ഇതുവരെ ജീസസ് കിച്ചന് തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ടിന്യൂസ് സപ്പോർട്ട്. നിങ്ങളിൽ പലരും ഞാൻ പറയാതെ ജസ്റ്റ് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. കർത്താവിൻ്റെ വർക്കുകൾക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഫൈനാൻഷ്യലി പ്രാർത്ഥനയോടുകൂടെ സാമ്പത്തിക സഹായങ്ങളോട് നിൽക്കുന്നതിന് വേണ്ടി കർത്താവ് നിങ്ങളെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പലരും ഇറഗുലർ ഗിവേഴ്സാണ്. ചിലപ്പോൾ തരും, ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യത്തില്ല, ചിലപ്പോൾ മൂടുണ്ടേ ചെയ്യും, അങ്ങനെയല്ല. നിങ്ങളിൽ പലരും കർത്താവിൻ്റെ ദൈവ വർക്കിന് വേണ്ടിയിട്ട്, ജീസസ് കിച്ചന് വേണ്ടിയിട്ട്, ഈ ഗോസ്പൽ വർക്കിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റായി തരുന്നു. ഒരു ബൈബിൾ വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ താല്പര്യപ്പെടുന്നു, അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ജീസസ് കിച്ചൻ്റെ പ്രോമിസ് വേർഡ്സ് ബുക്ക് ഓഫ് ലൂക്കിൽ നിന്ന് അധ്യായം 14 അധ്യായം. പാസ്റ്റർ രതി ഒന്ന് ഹിന്ദിയിൽ പഠിക്കും. लूका 14:12. तब उसने अपने नेवता देने वाले से भी कहा, जब तू दिन का या रात का भोज करे तो अपने मित्रों या भाइयों या कुटुंबियों या धनवान पड़ोसी को न बुला, कहीं ऐसा ना हो कि वे भी तुझे नेवता दें और तेरा बदला हो जाए. परंतु जब तू भोज करे तो कंगालों, टुंडों, लंगड़ों और अंधों को बुला, तब तू धन्य होगा, क्योंकि उनके पास तुझे बदला देने को कुछ नहीं, परंतु तुझे धर्मियों के जी उठने पर इसका प्रतिफल मिलेगा. 2020 കൊറോണ തുടങ്ങിയ സമയത്ത് മാർച്ച് ഏപ്രിലാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത് ഈ പ്രൊജക്റ്റ് തുടങ്ങ്. ഞങ്ങൾ അന്ന് മുതൽ ആഹാരം കൊടുത്തു. അന്ന് ആ സമയങ്ങളിൽ 500 പേർക്ക് 700 പേർക്ക് വരെ ആഹാരം കൊടുക്കുന്നു. ഇപ്പോൾ 200-250 പേർക്ക് രണ്ടാമത്തെ യൂണിറ്റോടെ കൂടി 250-300 പേർക്ക് അടുത്ത ആഹാരം പോകുന്നുണ്ട്. ഈ വർക്കുകൾ തുടങ്ങിയ സമയത്ത് കർത്താവ് എനിക്ക് തന്ന പ്രോമിസ് വേഴ്സാണ്,
നിങ്ങളെ അറിയാത്തവരെ, നിങ്ങൾക്ക് ഒരിക്കലും താങ്ക് യു പറയാത്ത അങ്ങനെയുള്ളവർക്ക് പോയി കൊടുക്കണം. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ജീസസ് കിച്ചന് ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ച് തുടങ്ങിയതിന് ശേഷം ഈ ചർച്ചിൽ ഞാൻ ഒത്തിരി അനുഗ്രഹങ്ങൾ കണ്ടു. സാമ്പത്തിക അനുഗ്രഹങ്ങൾ കണ്ടു, ഫൈനാൻഷ്യൽ അനുഗ്രഹങ്ങൾ കണ്ടു, ഒത്തിരി എക്യുപ്മെൻറ്റ്സ് വന്നു. കർത്താവ് പല രീതിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ചു തുടങ്ങി. ഞങ്ങളുടെ പല പ്രാർത്ഥന വിഷയങ്ങൾ കർത്താവ് അനുഗ്രഹിക്കുന്നു. അതുപോലെ ജീസസ് കിച്ചനിൽ സപ്പോർട്ട് ചെയ്യുന്ന പലരും എനിക്ക് കേരളത്തിൽ നിന്ന് ഫോൺ ചെയ്ത്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളുള്ള മലയാളികളെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, ജീസസ് കിച്ചനിലേക്ക് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞതിന് ശേഷം, തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും കണ്ടത്. ഇത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, ഞങ്ങളുടെ ഫാമിലിയുടെ എക്സ്പീരിയൻസ് ആണ്, പലരുടെയും ആയിരക്കണക്കിന് ആളുകളുടെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ രണ്ടാമത്തെ യൂണിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥനയാണ് കർത്താവ്, ഇപ്പം ഞങ്ങൾ ഈ ചർച്ച് നിൽക്കുന്ന സ്ഥലവും വാടക സ്ഥലത്താണ് ഞങ്ങൾ പല കാര്യങ്ങളും ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കർത്താവ് ഞങ്ങൾക്കല്ല, കർത്താവ് അദ്ദേഹത്തിൻ്റെ ചർച്ച് ഈ ഞങ്ങളിൽ കൂടെ ബിൽഡ് ചെയ്യുന്ന സമയത്ത്, നമ്മളൊക്കെ കൂടെ ബിൽഡ് ചെയ്യുന്ന സമയത്ത്, ഏക്കറുകളിൽ ചർച്ച് നിൽക്കുന്ന സമയത്ത് വലിയൊരു കിച്ചൺ ഉണ്ടാക്കി 5000 പേർക്ക് വേണ്ടി ഒരു ദിവസം ആഹാരം കൊടുക്കണമെന്നാണ് ജീസസ് കിച്ചൻ്റെ വിഷന്. 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ നമ്മുടെ കർത്താവ് അതിനുവേണ്ടി നമ്മളെല്ലാം ഇനേബിൾ ചെയ്യും. കർത്താവിൻ്റെ സ്നേഹം അറിയട്ടെ. അതുപോലെ ജീസസ് കിച്ചണിൽ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സമയത്ത് അതിൽ കൂടെ ട്രാക്സും ഇതിൻ്റെ കൂടെ ഗോസ്പൽ ട്രാക്സ് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ ഒരു വ്യക്തി കർത്താവിനെ അറിഞ്ഞു, അദ്ദേഹം ബാപ്റ്റിസം എടുത്ത് സ്നാനപ്പെട്ട് കർത്താവിന് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുന്നു. സോ കർത്താവ് പല രീതികളിൽ കൂടെ കർത്താവിൻ്റെ സുവിശേഷം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സോ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് കൈവച്ചില്ല, ഇന്ന് ഈ സമയത്ത് ഈ പറഞ്ഞ നമ്പറിൽ, തന്നിരിക്കുന്ന നമ്പറുകളിൽ ഫോൺ ചെയ്യുക. ഗൂഗിൾ പേ, പല നിങ്ങളിൽ കൂടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം. പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഇത് മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ. കർത്താവ് കൂടെയുണ്ട്. നമ്മളും എല്ലാം ഒരുമിച്ച് നിന്ന് ഈ വർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകാം. നോർത്ത് ഇന്ത്യ യേശുവിൻ്റെ സുവിശേഷം അറിയട്ടെ. താങ്ക് യു. ഇതുവരെ നിന്നതിന് വേണ്ടി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.